അങ്ങ് ഈ പറഞ്ഞത് കേട്ട് എന്റെ രോമാഞ്ചം ഇനിയും മാറിയിട്ടില്ല. മലയാളത്തിന്റെ ആൺസിംഹം നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് ഇതാ വീണ്ടും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. മലയാള സിനിമയ്ക്കും നമ്മൾ മലയാളികൾക്കും ഇതിലും വലിയൊരു സന്തോഷ വാർത്ത ഇനി വരാനുണ്ടോ? രാജാവ് പുഞ്ചിരിയോടെ തലയാട്ടി. തീർച്ചയായും മന്ത്രിവരിയ, ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. ഭാവപ്പകർച്ചകൾ കൊണ്ട് ഇന്ത്യൻ സിനിമയെ വിസ്മയിപ്പിച്ച ആ മഹാനടന് ലഭിച്ച ഈ പുതിയ അംഗീകാരം അദ്ദേഹത്തിന്റെ കിരീടത്തിലെ മറ്റൊരു പൊൻതൂവലാണ്. കഥാകാരൻ മമ്മൂക്കയുടെ മുൻപത്തെ പുരസ്കാരങ്ങളെക്കുറിച്ചും ഈ പുതിയ നേട്ടത്തെക്കുറിച്ചും സദസ്സിനോട് കൃത്യമായി വിവരിക്കും. തീർച്ചയായും മഹാരാജൻ. ഇന്നലെ 2026 ജൂലൈ 18 പ്രഖ്യാപിച്ച ഈ വലിയ അംഗീകാരത്തോടെ മമ്മൂക്ക ഇന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിന്റെ നെറുകയിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളായ ആ 4 ദേശീയ പുരസ്കാരങ്ങൾ ഇതാ. മമ്മൂക്കയുടെ ദേശീയ പുരസ്കാര നേട്ടങ്ങൾ: ദ നാഷണൽ അവാർഡ് ഗ്ലോറി. 1 ഒന്നാം തവണ ഒരു വടക്കൻ വീരഗാഥ, ചന്തു ചേകവർ എന്ന അനശ്വര കഥാപാത്രം, മതിലുകൾ, ബഷീറിന്റെ പ്രണയവും ഏകാന്തതയും. 2 രണ്ടാം തവണ വിധേയൻ, ഭാസ്കര പട്ടേലർ എന്ന ക്രൂരനായ ജന്മി, പൊന്തൻമാട, മാട എന്ന നിഷ്കളങ്കനായ ഗ്രാമീണൻ. 3 മൂന്നാം തവണ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായി മാറിയ ഇംഗ്ലീഷ് ചലച്ചിത്രത്തിലെ പകരം വയ്ക്കാനില്ലാത്ത പ്രകടനം. 4 നാലാം തവണ പുതിയ നേട്ടം, ഭ്രമയുഗം, കൊടുമൺ പോറ്റിയായും ചാത്തനായും പരകായ പ്രവേശം നടത്തി തിയേറ്ററുകളിൽ ഭയത്തിന്റെ പുത്തൻ ഭാവങ്ങൾ തീർത്ത ആ മാരക പ്രകടനത്തിന് ഒടുവിൽ അർഹിച്ച അംഗീകാരം ലഭിച്ചിരിക്കുന്നു. മറ്റു സന്തോഷ വാർത്തകൾ: അതർ മേജർ വിന്നേഴ്സ്. രാജാവേ, മമ്മൂക്കയുടെ ഈ ചരിത്ര നേട്ടത്തിനൊപ്പം നമ്മുടെ കേരളത്തിന് ഇരട്ടി മധുരം നൽകിക്കൊണ്ട് മറ്റ് 2 പ്രധാന പുരസ്കാരങ്ങൾ കൂടി എത്തിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. തന്റെ സവിശേഷമായ ശബ്ദഗാംഭീര്യം കൊണ്ടും സംഗീതത്തോടുള്ള അർപ്പണബോധം കൊണ്ടും വിജയലക്ഷ്മി ഈ നേട്ടം കൈവരിച്ചപ്പോൾ അത് മുഴുവൻ സംഗീത പ്രേമികളുടെയും വിജയമായി മാറി. മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് റിയലിസ്റ്റിക് രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിയ ഈ ചിത്രം മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി മലയാളത്തിന്റെ ഖ്യാതി വീണ്ടും ഉയർത്തിയിരിക്കുന്നു. മന്ത്രിവര്യൻ. കഥാകാരൻ. ഈ 3 വാർത്തകളും കേട്ടപ്പോൾ ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ എന്റെ മനസ്സ് നിറഞ്ഞു. അതേ മന്ത്രിവര്യ, പ്രായത്തെ വെറും അക്കങ്ങൾ മാത്രമാക്കി മാറ്റി ഓരോ സിനിമയിലും വിസ്മയങ്ങൾ തീർക്കുന്ന മമ്മൂക്കയ്ക്കും ഒപ്പം പുരസ്കാരം നേടിയ വൈക്കം വിജയലക്ഷ്മിക്കും ഫെമിനിച്ചി ഫാത്തിമയുടെ അണിയറ പ്രവർത്തകർക്കും നമ്മുടെ രാജസദസ്സിന്റെയും കൂട്ടുകാരുടെയും പേരിൽ വലിയൊരു ബിഗ് സല്യൂട്ടും ആശംസകളും നേരുന്നു.